Hi, welcome guys. So today we are going to solve the lead code question 409 longest palindrome. So guys, this is a simple question, but we want to think about the logic behind this question. ഗൈസ് അപ്പോൾ ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ട്രിങ് തരും അതിൽ നമ്മുടെ ടാസ്ക് എന്തെന്ന് വെച്ചാൽ റിട്ടേൺ ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് പാലിൻഡ്രോം ദാറ്റ് ക്യാൻ ബി ബിൽഡ് വിത്ത് ദോസ് ലെറ്റേഴ്സ്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സ്ട്രിങ്ങിൽ നിന്നും നമ്മളൊരു പാലിൻഡ്രോം ഏറ്റവും ലോങ്സ്റ്റ് പാലിൻഡ്രോം ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ലെങ്ത് റിട്ടേൺ ചെയ്യാനാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം, അതായിരിക്കും എളുപ്പം. ഒരു സ്ട്രിങ് ഉണ്ട്, ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു സ്ട്രിങ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രിങ്ങിൽ നിന്ന് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 7 ആണ്. എങ്ങനെ 7 കിട്ടി? 7 കിട്ടി എന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള ലോങ്സ്റ്റ് പാലിൻഡ്രോം ദാറ്റ് ക്യാൻ ബി ബിൽഡ് ഈസ് ഇതാണ്, ഈ പാലിൻഡ്രോമാണ്. ഈ പാലിൻഡ്രോമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാസ്ക്. അതായത് ഒരു സ്ട്രിങ് തരും, ആ സ്ട്രിങ്ങിൽ നിന്നും ഏറ്റവും ലോങ്സ്റ്റ്, ആ സ്ട്രിങ്ങിന്റെ ഓരോ ലെറ്റർ വെച്ചിട്ട് ലോങ്സ്റ്റ് പാലിൻഡ്രോം ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ലെങ്ത് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ടാസ്ക് ക്രിയേറ്റ് ചെയ്യേണ്ട, ബട്ട് ലെങ്ത് എത്രയെന്നുള്ളത് റിട്ടേൺ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് പാലിൻഡ്രോം, എന്താണ് ഇതിന്റെ ഒരു ലോജിക് എന്നുള്ളത് ഫസ്റ്റ് നോക്കാം. എന്നിട്ടായിരിക്കും പിന്നെ കോഡ് ചെയ്യുന്നത് എളുപ്പം. ഓക്കെ, അപ്പൊ ലോജിക്കാണ് നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത്. ലോജിക്ക് എന്തെന്ന് വെച്ചാൽ ഒരു പാലിൻഡ്രോമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്താണ് പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ? പാലിൻഡ്രോം എന്ന് പറയുമ്പോൾ അല്ലെ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റീഡ് ചെയ്താലും റൈറ്റ് സൈഡിൽ നിന്ന് റീഡ് ചെയ്താലും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലെ. അപ്പോ ഇതിനെ പറ്റി നമ്മൾ ആലോചിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാലിൻഡ്രോമിലെ ഓരോ ലെറ്ററും എന്തായിരിക്കും? ഈവൻ ആയിട്ടായിരിക്കും ഒക്കർ ആവുക. അപ്പൊ നമുക്കൊരു പാലിൻഡ്രോം എന്ന് പറയാൻ പറ്റുക. ഇതാണ് ഒരു ടൈപ്പ്. അതിന്റെ എക്സാമ്പിൾ നോക്കാന്നുണ്ടെങ്കിൽ A B B A തിരിച്ചു വായിച്ചാലും A B B A. ഇവിടെ A 2 വട്ടം ഒക്കറായി, B എന്നുള്ളതും 2 വട്ടം ഒക്കറായി. ഓക്കെ, റൈറ്റ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ടൈപ്പാണ് ABCDA. ഇവിടെ എയും ബിയും രണ്ട് തവണ, അതായത് ഈവനായിട്ട് ഒക്കറായി. പക്ഷെ C എന്നുള്ളത് ഒറ്റ തവണ, അതായത് ഓഡായിട്ടാണ് ഒക്കറായത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഒരു ലെറ്റർ മാത്രം ഓഡായി സംഭവിക്കുക, ബാക്കിയൊക്കെ എന്തായിരിക്കുക? ഒരു ലെറ്റർ മാത്രം ഒന്ന്, അത് ഓഡ്, ബാക്കിയുള്ള ലെറ്ററൊക്കെ ഈവനായിട്ട് ഒക്കർ ചെയ്യണം. ഇതാണല്ലോ ഒരു പാലിൻഡ്രോം എന്നുള്ളത്. അപ്പൊ ഇത് തന്നെയാണ് ലോജിക്ക്. എന്തെന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന സ്ട്രിങ്ങിലുള്ള ഓരോ ലെറ്ററിന്റെയും ഫ്രീക്വൻസി നമ്മൾ കണ്ടെത്തും. ഈ ഫ്രീക്വൻസി കണ്ടെത്തിയിട്ട് ആ ഫ്രീക്വൻസിയിലുള്ള ഡിജിറ്റ് അല്ല, ആ ഫ്രീക്വൻസി ഈവൻ ആയിട്ട് ഈവൻ ഉള്ളതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നേരെ ആഡ് ചെയ്യും പാലിൻഡ്രോം ലെങ്ത്തിലേക്ക്. ഇനി ഈവൻ അല്ലാത്തത് ഓടാണെന്നുണ്ടെങ്കിൽ ആ ഓടിൽ നിന്നും 1 കുറച്ചതിനെ പിന്നെ ഈവൻ ആവുമല്ലോ, ആ 1 കുറച്ചതിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ലെങ്ത്തിലേക്ക് ആഡ് ചെയ്യും, എന്നിട്ട് ആ ലെങ്ത്തിനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതാണ് ഫസ്റ്റത്തെ ടൈപ്പ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ടൈപ്പ് എല്ലാ ലെറ്റേഴ്സും ഈവൻ ആയിട്ട് സംഭവിക്കുക എന്നുള്ളത്. ഈ രണ്ടാമത്തെ ടൈപ്പ് വരുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഈവൻ ആയിട്ട് സംഭവിച്ചു, ദെൻ നമുക്ക് ഒരു ലെറ്റർ എന്ത് ചെയ്യാം? കൂടുതൽ ആഡ് ചെയ്യാൻ കഴിയും അല്ലെ, ഒറ്റൊന്ന് ഈ ഓടായി സംഭവിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലാസ്റ്റ് റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പ് ഈ പാലിൻഡ്രോം ലെങ്ത്തിലേക്ക് ഒന്നുകൂടി 1 ആഡ് ചെയ്യും. 1 ആഡ് ചെയ്തിട്ട് അതിനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇതാണ് ലോജിക്ക്. ഇത് നമുക്ക് ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു കൊടുത്തതിന്റെ പഴവുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് കോഡിലേക്ക് കിടക്കാം. ഞാൻ ഒരു ജാവാസ്ക്രിപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ് ഉപയോഗിക്കാം. അപ്പോ ഫസ്റ്റ് വേണ്ട നമുക്ക് എന്താ? ഫസ്റ്റ് കോഡിൽ വേണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് അവിടുത്തെ ഫംഗ്ഷൻ അതേപോലെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോങ്സ്റ്റ് പാലിൻഡ്രോം ആൻഡ് ഈ ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്ട്രിങ്ങിനെ പാസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോ ആദ്യം ഞാൻ ഒരു ഫ്രീക്വൻസി എന്നുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതെന്താണ്? ഒരു എംപ്റ്റി ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, സോറി, എംപ്റ്റി ഒബ്ജക്റ്റിലേക്കാണ് നമ്മൾ ഓരോ ഫ്രീക്വൻസി ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്നുള്ളത് ഒരു ലെങ്ത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേരിയബിൾ, അത് എങ്ങനെ കൊടുക്കാം? പാലിൻഡ്രോം ലെങ്ത് എന്ന് കൊടുക്കും. പാലിൻഡ്രോം
പാരൻട്രോം ഓക്കെ പാരൻട്രോം ലെങ്ത് ഉണ്ടത് 0 സെറ്റ് ചെയ്യാം. പിന്നെ ഒരു ഇത് കൂടി വേണം. അതെന്തിനാന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഓട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു ആദ്യം ഫാൾസ് സെറ്റ് ചെയ്യാം. ഫാൾസ് ഓക്കെ. ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രീക്വൻസി കാണാന്നുള്ളതാണല്ലോ. ഫ്രീക്വൻസി കാണാമെന്ന് പറയുമ്പോൾ ഈ എ എന്നുള്ളത് എത്ര തവണ ഈ ഒരു സ്ട്രിങ്ങിലുണ്ട്, ബി എന്ന് പറയുന്നത് എത്ര തവണ ഉണ്ട്, സി എന്ന് പറയുന്നത് എത്ര തവണ ഉണ്ട് എന്നുള്ളത് കാണാം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൽ എ എന്നുള്ളത് എത്ര തവണ സംഭവിച്ചു എന്നുള്ളൊരു നമ്പർ വരും, ബി എന്നുള്ളത് എത്ര തവണ കുറയും എന്നുള്ളത് നമ്പർ വരും. ഓക്കെ, സോ അത് ചെയ്യാനായിട്ട് ഞാനൊരു ഫോർ ഓഫ് ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റിലുള്ള സിമ്പിളാണ്. ലെറ്റ് നമുക്ക് ക്യാരക്ടർ കൊടുക്കാം. ക്യാരക്ടർ ഓഫ് എസ്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഓരോ ലെറ്റർ വെച്ചിട്ട് എത്ര തവണ സംഭവിക്കുന്നു എന്നുള്ളത് ഈ ഫ്രീക്വൻസിയുടെ ഒബ്ജക്റ്റ് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു ഈഫ് ചെക്ക് ചെയ്യാം. ഈഫ് ചെക്ക് എന്താ വെച്ചാൽ ഈ ഫ്രീക്വൻസിയിൽ ഈ ക്യാരക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഫ്രീക്വൻസിയിൽ ക്യാരക്ടർ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഫ്രീക്വൻസി ക്യാരക്ടർ പ്ലസ് ചെയ്താൽ മതി. അത് ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ആ ലെറ്റർ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് സെറ്റ് ചെയ്യും, ഫ്രീക്വൻസി ക്യാരക്ടർ എന്നുള്ളത് അസൈൻ 1 സെറ്റ് ചെയ്യും. അതായത് ഇതിൽ എന്താ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ക്യാരക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതായത് എ എടുത്തിട്ട് ഈ ഫ്രീക്വൻസി ഒബ്ജക്റ്റ് ഇപ്പം നല്ലതാണല്ലോ, അത് ഒന്നുമില്ല, എംപ്റ്റിയാണ്. എ എടുത്തിട്ട് ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ട് എങ്കിൽ പിന്നെന്താണ്, ആ എന്റെ വാല്യൂ കൂടെ 1 ആഡ് ചെയ്യും. ഇല്ല എങ്കിൽ നേരെ ഈ ഫ്രീക്വൻസി ക്യാരക്ടർ 1 സെറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുക, എ ഫുൾ കോളൻ 1 എന്നുള്ളത് സെറ്റ് ചെയ്യും. പിന്നെ രണ്ടാമത് എ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ 2 ആവും, പിന്നെ മൂന്നാമത്തെ 3 ആവും, അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ലോജിക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തി, ഫ്രീക്വൻസി കണ്ടെത്തി. ഇനി അടുത്തതുള്ളത് ഫോർ ലൂപ്പ് ഫ്രീക്വൻസി കിട്ടി. ഈ ഫ്രീക്വൻസിയിലെ ഓരോ കൗണ്ടും ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ പാരൻട്രോം ലെങ്ത്തിലേക്ക് ആഡ് ചെയ്യും. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ കൗണ്ടിൽ നിന്ന് 1 കുറച്ചിട്ട് പാരൻട്രോമിക്ക് ആഡ് ചെയ്യും. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഉപയോഗിക്കുന്നത്, ഒരു ഫോർ ഓഫ് ഒന്ന് ഉപയോഗിക്കുന്നത്. ലെറ്റ് കൗണ്ട് എന്ന് കൊടുക്കുന്നു. കൗണ്ടിൽ ഓഫിൽ ഒബ്ജക്റ്റ് ഡോട്ട് വാല്യൂസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫ്രീക്വൻസിയിലുള്ള വാല്യൂസ് ഒക്കെ ഒരു അറേ ആയിട്ട് നമുക്ക് ലഭിക്കും. ഈ അറേയിലുള്ള ഓരോ വാല്യൂവിനെയാണ് ഇവിടെ കൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ചെക്ക് ചെയ്യാണ് കൗണ്ട് എന്നുള്ളത്. ഈ കൗണ്ട് ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ബൈ 2 ഈക്വൽ ടു 0 എന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ കൗണ്ടിലേക്ക് പാരൻട്രോം കൗണ്ടിലേക്ക് ലെങ്ത്തിലേക്ക് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, കൗണ്ട് ഇനി എൽസ്, അതായത് ഈവൻ ആയിട്ടാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 5 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 - 1 കൊടുത്ത 4 തവണ സംഭവിച്ചത് ഈവൻ ആവുമല്ലോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അപ്പോൾ പ്ലസ് കൗണ്ട് -1. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു വേറൊരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഫ്രീക്വൻസി ഓട് എന്നുള്ളത്. ഓക്കെ, ആ വേരിയബിൾ നമ്മളിവിടെ കോൾ ചെയ്തിട്ട് അതിനെ ട്രൂ ആക്കി കൊടുക്കണം. ഓട് ട്രൂ. എന്തിനാന്ന് വെച്ചാൽ ചെയ്യുന്നതിൻ്റെ മുമ്പായി നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. എന്ത്, ഈ ഫ്രീക്വൻസി ഓട് എന്നുള്ളത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതായത് അതിൻ്റെ അർത്ഥം എന്താ, അവിടെ ഒരു ഓട് ആയിട്ട് സംഭവിക്കുന്ന ഒരു ലെറ്ററും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഒരു ഓട് എന്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അത് സെൻറ്ററിൽ വരും. ആ ഓഡ് ലെറ്റർ എന്നുള്ളത് സെൻറ്ററിലാണ് വരും. അപ്പോൾ അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പാലിൻഡ്രോം അതൊന്നായിരിക്കുമല്ലോ, നമുക്ക് ഒന്നുകൊണ്ട് ആഡ് ചെയ്യാം. ഓക്കെ, സോ എന്നിട്ട് പാലിൻഡ്രോം നമുക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ പാലിൻഡ്രോം. Then just we can run. Okay, I want to console it. And yeah, then the console ചെയ്യാം. Okay. Console. ഓക്കെ, 7 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ലെറ്ററാണ്. അതുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്നുള്ള ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ 1. ഓക്കെ, ആൻസർ ഇവിടെ എന്താണ്? 1 ആണ്. സോ this is about this question. I understand. I hope you understand this question. Otherwise, you can search in ChatGPT or Google. And വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഒറ്റ ലൈനായി കൊടുക്കട്ടോ. ഈ ഒരു കണ്ടീഷൻ ഇവിടെ സെർച്ച് ചെയ്യാനില്ല. അതിന് പകരമായിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാൻ അറിയും? വേറെ മെത്തേഡ് ഉണ്ട്, അതാകുമ്പോൾ എളുപ്പമായിരിക്കും. അതെന്താ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രീക്വൻസ് ക്യാരക്ടറിൽ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യും. ക്യാരക്ടറിൽ ഫ്രീക്വൻസ് ക്യാരക്ടർ അൺഡിഫൈൻഡോ നള്ളോ ആണെന്നുണ്ടെങ്കിൽ 0 സെറ്റ് ചെയ്യും. ദെൻ +1. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. അത് 1 തന്നെ കിട്ടി. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? ഇതാണെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഇത് സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ChatGPT ചോദിച്ചാൽ മതി, സിമ്പിളായി പറഞ്ഞുതരും. അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫ്രീക്വൻസ് ക്യാരക്ടർ ഫസ്റ്റിൽ സംഭവിക്കുമ്പോൾ ഫ്രീക്വൻസ് ക്യാരക്ടർ നള്ളായിരിക്കും, അൺഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ അൺഡിഫൈൻഡ് ആകുമ്പോൾ 0 വരും. പിന്നെ 0 + 1 1 എന്നും സംഭവിക്കും. പിന്നെ രണ്ടാമത് ഒക്കറാകുമ്പോൾ, അതായത് ഇപ്പോൾ C ഒരു വട്ടം സംഭവിച്ചാൽ C ഇവിടുത്തെ ഫ്രീക്വൻസി ക്യാരക്ടർ അൺഡിഫൈൻഡ് ആയിരിക്കും. ദെൻ 0 സെറ്റ് ചെയ്യും. 0 + 1 1 ആവും. പിന്നെയും C വരുമ്പോൾ പിന്നെ ഫ്രീക്വൻസി ക്യാരക്ടർ എന്നുള്ളത് 1 ആണ്. അപ്പോൾ ഈ 1 എടുക്കും. പിന്നെ ഈ 1 വെച്ചിട്ട് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇതാണ് അവിടുത്തെ ലോജിക്ക്. യു ക്യാൻ റെഫർ ഇൻ ChatGPT or Google. Okay, thank you for